കൊട്ടിയത്ത് മഞ്ഞപ്പിത്തം തുടർന്നു. രോഗം ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചു. കഴിഞ്ഞ ദിവസം ഇവരുടെ സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. കണ്ണനല്ലൂർ സ്വദേശിനി നീതുവാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെയാണ് മരണം. +2 വിദ്യാർത്ഥിനിയായിരുന്നു. നീതുവിന്റെ സഹോദരി മീനാക്ഷി കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് മരിച്ചിരുന്നു. ഇവരുടെ സഹോദരനും ചികിത്സയിലാണ്. ചേരിക്കോണത്ത് 6 പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഹെൽത്തുകാരിവിടെ വന്ന് ഈ മഞ്ഞപ്പിത്തം അറിഞ്ഞതിന് ശേഷമാണ് വന്നത്. ഫസ്റ്റ് ഒന്നും മഞ്ഞപ്പിത്തം തുടങ്ങിയപ്പോഴൊന്നും അവർ വന്നിട്ടില്ല. ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ മരിച്ചതിന് ശേഷം 2 ദിവസം മുമ്പാണ് ഇത് വരുന്നതും ഇവരിറങ്ങുന്നതും എല്ലാം. പക്ഷെ ഇവിടെ ഒരുപാട് അഴുക്കും എന്തൊരു ഒക്കെ ഉണ്ട്. ഒരുപാട് വെള്ളം കെട്ടി നിർത്തുന്നത് വന്ന് നമ്മൾ ഹെൽത്തിൽ വരെ പോയി പരാതി പറഞ്ഞാൽ അവർ 1-2 വട്ടം വന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോത്തതേ ഉള്ളൂ. ഒരു കാര്യത്തിനും അവർ വരുത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ചു പറയുമെങ്കിലേ അവർ വന്നത് ചെയ്യത്തുള്ളൂ, അല്ല അവരൊന്നും ചെയ്യത്തില്ല. ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തും പരിസരങ്ങളിലും തൃക്കോവിൽവട്ടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ട്. പരിസരത്തെ എല്ലാ കിണറുകളിലെയും വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു. പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്കായി കെട്ടിനിർത്തിയ തലച്ചിറ ബണ്ടിലെ വെള്ളം ഊറ്റായി ഒഴുകി കിണറ്റിലെത്തി മലിനമായിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം. മെസ്സി ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകളാണ്. വിവാദത്തിന്റെ ആവശ്യമേ ഇല്ല. എതിർ ടീമിനെ സംബന്ധിച്ച് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. മോഷണം പോയ മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് നൽകി മലപ്പുറം കുറ്റിപ്പുറം പോലീസ്. 20ഓളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്ത് നൽകിയത്. വില കൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി. കഴിഞ്ഞ ഏതാനും മാസത്തിനകം 20ഓളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്തു നൽകിയത്. വില കൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുടെ ഒട്ടേറെ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടമായിരുന്നു. വില കൂടിയ ഫോണുകൾ മോഷണം നടത്തിയ ശേഷം പല കടകളിലും വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. ഇവയെല്ലാം പോലീസ് എത്തി തിരിച്ചുപിടിച്ചു. യാത്രയ്ക്കിടെ താഴെ വീണ് നഷ്ടമായ ഫോണുകളും കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ PRO വിപിൻ സേതുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ ആരെങ്കിലും ഈ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരെങ്കിലും കളവ് ചെയ്ത മുതലാണെങ്കിൽ അത് ആരെങ്കിലും ഏതെങ്കിലും കടകളിൽ വിറ്റ് അത് വേറെ ആരെങ്കിലും വാങ്ങിയിട്ട് അതിൽ സിം ഇടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അല്ലെങ്കിൽ ഏതെങ്കിലും സിം അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും അത് ആക്സസ് ആയ സ്ഥലം അത് എത്ര സമയം അത് ഉപയോഗിച്ചു ആ ഇട്ട സിമ്മിൻ്റെ നമ്പർ ഡീറ്റെയിൽ നമുക്ക് വരും. ആ നമ്പർ വെച്ചിട്ട് നമ്മളവരെ ട്രാക്ക് ചെയ്തിട്ട് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഒന്നിനും കൂടെ വരുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണോ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളത് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യാറ്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് വഴിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നത്. ഫോൺ മോഷണം പോവുകയോ നഷ്ടമാവുകയോ ചെയ്താൽ വെബ്സൈറ്റ് വഴി IMEI നമ്പർ നൽകി ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം നൽകുക. ബ്ലോക്ക് ചെയ്യുന്ന ഫോണിൽ ആരെങ്കിലും മറ്റൊരു സിം കാർഡ് ഉപയോഗിക്കുന്നതോടെ അവരുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ലഭ്യമാകും. രാജ്യത്ത് ഇതുവരെ ഇത്തരത്തിൽ 19,149 മൊബൈൽ ഫോണുകൾ ഈ വെബ്സൈറ്റ് വഴി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.